ഇമോഷണലി സ്ട്രോങ് ആവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കലോ അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്യലോ അല്ല കേട്ടോ. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ സമയത്തെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഞാൻ ഉള്ളിൽ ഒതുക്കിയതാണ്. അതൊരു തരം സഹിക്കലാണ്. അങ്ങനെ പലതവണ സഹിച്ച് പിന്നീട് അതൊരു പൊട്ടിത്തെറിയായി മാറാറുണ്ട്. അപ്പൊ എന്താ പറയാന്നറിയോ, സഹിക്കെട്ടപ്പോ ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാള് നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കി അതിനെ റെഗുലേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തി ലൈഫിൽ വരുന്ന പെയിൻഫുൾ സിറ്റുവേഷൻസിനെ ഒരിക്കലും അവോയ്ഡ് ചെയ്യില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടുകയില്ല. അതിനെ പ്രോസസ് ചെയ്ത് അതിൽ നിന്ന് ലെസൺസ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എൻ്റെ മൈൻഡിന്റെ കൺട്രോള് എൻ്റെ കയ്യിലാണ്. അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക, നമ്മുടെ മൈൻഡിന്റെ കൺട്രോള് മറ്റാരുടെയോ കയ്യിലായി അവർ തിരിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവരെ റെഗുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ മൈൻഡിന്റെ കൺട്രോള് എൻ്റെ കയ്യിലാണോ വേണ്ടത് അതോ മറ്റാരുടെയോ കയ്യിലാണോ.